പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജനുവരി 20 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയിലും എവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഖോഖോ വേൾഡ് കപ്പ് 2025. ഖോഖോ വേൾഡ് കപ്പ് 2025 ഇന്ത്യൻ വിമൻസ് ടീം വിൻ ദി ട്രോഫി. ഖോഖോ വേൾഡ് കപ്പ് 2025 ഇന്ത്യൻ വനിതാ ടീം ട്രോഫി നേടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻസ് മെൻസ് ടീമും ട്രോഫി നേടിയിട്ടുണ്ട്. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആയിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഖോഖോ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? 78-40 എന്ന മികച്ച സ്കോറോടെ നേപ്പാൾ. ആദ്യത്തെ ഒരു ലോകകപ്പ് മത്സരമായിരുന്നു ഖോഖോ. ആദ്യത്തെ വേൾഡ് കപ്പ് മത്സരം അത് നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ലോകത്തിലെ ആദ്യത്തെ വേൾഡ് കപ്പ് ഖോഖോ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. ഇതിൽ ഇന്ത്യ നേപ്പാൾ ആയിരുന്നു ഫൈനൽ മത്സരത്തിൽ വുമൻസ് ടീമിൽ. ഈ മത്സരത്തിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 78-40 എന്ന സ്കോർ അതിൽ വിജയിച്ച ടീം ആണ് ഇന്ത്യ. ആദ്യത്തെ ഖോഖോ ലോകകപ്പ് വിജയിച്ച ടീം എന്ന് പറയുമ്പോൾ അത് വിമൻസിൽ അത് ഇന്ത്യയാണ്. 2025 ഖോഖോ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? 54-36 എന്ന മികച്ച സ്കോറോടെ നേപ്പാൾ. ഇപ്പം മെൻസ് ആൻഡ് വിമൻസ് ടീം ഈ രണ്ട് ടീമും ഫൈനൽ മത്സരത്തിലെത്തി. ഇതിൽ നേപ്പാളിനെതിരെയാണ് മത്സരിച്ചിട്ടുള്ളത്. മെൻസ് ടീമായാലും നേപ്പാളിനെതിരെ, അതുപോലെ തന്നെ വുമൻസ് ടീമായാലും നേപ്പാളിനെതിരെയാണ് മത്സരിച്ചിട്ടുള്ളത്. മെൻസ് ടീം 56-36 എന്ന സ്കോറോടുകൂടിയാണ് നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിമൻസ് ടീം ആണെങ്കിൽ 78-40 എന്ന സ്കോറോടുകൂടിയാണ് നേപ്പാൾ ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള ആദ്യത്തെ ഖോഖോ ലോകകപ്പ് എന്ന മത്സരത്തിൽ 2 ട്രോഫിയും നേടിയിട്ടുള്ള ടീം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണിത്. 2025 പുരുഷ ഖോഖോ ലോകകപ്പിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ക്യാപ്റ്റന്റെ പേര് പ്രതീക് വൈക്കർ. ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് പ്രതീക് വൈക്കർ. അദ്ദേഹമാണ് ഈ മത്സരത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ. 2025 ഉദ്ഘാടന ഖോഖോ ലോകകപ്പിൽ എത്ര ടീമുകൾ പങ്കെടുത്തു? 20 പുരുഷ ടീമും 19 വനിതാ ടീമും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിട്ടുള്ള ഈ മത്സരത്തിൽ മെൻസ് എന്ന വിഭാഗത്തിൽ ഇന്ത്യ വിജയിക്കുകയും അതോടൊപ്പം തന്നെ വിമൻസ് എന്ന വിഭാഗത്തിലും ഇന്ത്യ വിജയിച്ചു. 20 പുരുഷ ടീം അതുപോലെ തന്നെ 19 വനിതാ ടീം പങ്കെടുത്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഖോഖോ വേൾഡ് കപ്പ്. 2025 ഖോഖോ ലോകകപ്പിൽ മികച്ച കളിക്കാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ചൈത്ര ബി. ഇന്ത്യൻ ടീമിന്റെ ചൈത്ര ബി ആണ് ദി ബെസ്റ്റ് പ്ലെയർ ഓഫ് ദിസ് സീരീസ് എന്ന് പറയുമ്പോൾ അത് ചൈത്ര ബി ആണ്. ദി ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയാൻ സാധിക്കും. ചൈത്ര ബി ആണ് ഇന്ത്യയുടെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അഴീക്കോട് അവാർഡ് ഫോർ കെ ജയകുമാർ. കെ ജയകുമാറിന് അഴീക്കോട് അവാർഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണിത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 അഴീക്കോട് സ്മാരക അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായിട്ടുള്ള കെ ജയകുമാർ. കേരളത്തിലെ മുൻ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ എഴുത്തുകാരനുമായിട്ടുള്ള കെ ജയകുമാറിനാണ് അഴീക്കോട് സ്മാരക അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സുകുമാർ അഴീക്കോടിന്റെ പേരിൽ ഉള്ള ഒരു അവാർഡ് ആണിത്. സുകുമാർ അഴീക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരാണ് കോലോത്ത് തട്ടാരത്ത് സുകുമാരൻ. അദ്ദേഹം അറിയപ്പെടുന്നത് സുകുമാർ അഴീക്കോട് എന്ന പേരിലാണ്. അദ്ദേഹം സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനും പ്രഭാഷകനും സാമൂഹിക നിരീക്ഷകനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകനുമായിട്ടുള്ള സുകുമാർ അഴീക്കോട് അദ്ദേഹം 85ാമത്തെ വയസ്സിൽ 2012 ജനുവരി 24 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ആണ് അഴീക്കോട് അവാർഡ്. ഈ അവാർഡ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായിട്ടുള്ള കെ ജയകുമാർ ആണ്. എല്ലാ വർഷവും അഴീക്കോട് സ്മാരക അവാർഡ് നൽകുന്നത് ആരാണ്? ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി. ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി എന്നൊരു ഓർഗനൈസേഷൻ ആണ് എല്ലാ വർഷവും അഴീക്കോട് സ്മാരക അവാർഡ് നൽകുന്നത്. ഈ പ്രാവശ്യം ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഫോർമർ ചീഫ് സെക്രട്ടറി ആൻഡ് റൈറ്റർ കെ ജയകുമാർ. 2024 ഏത് പുസ്തകത്തിനാണ്
സുകുമാർ അഴീക്കോട് കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് തത്വമസി. തത്വമസി എന്ന പുസ്തകത്തിനാണ് 2004 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2007 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദി സ്റ്റഡി ഹൈലൈറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ലൈറ്റ്നിംഗ് സ്ട്രൈക്ക് അക്രോസ് ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തുടനീളം മിന്നലാക്രമണങ്ങളുടെ വർധനവ് പഠനം എടുത്തു കാണിക്കുന്നു. ലൈറ്റ്നിങ് എന്ന് നമുക്കറിയാം ഒരു ഭയമാണല്ലേ, അതായത് മിന്നലാക്രമണം. ഇന്നിപ്പോൾ കേരളത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിരുന്നു. ഇതനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ ലൈറ്റ്നിങ് അതായത് മിന്നലാക്രമണം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിൽ അടുത്തിടെ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മിന്നലാക്രമണം നടക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ല. ഒരു ചതുരശ്ര കിലോമീറ്റർ 70. കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള മിന്നലാക്രമണം നടക്കുന്നത്. ഒരു ചതുരശ്ര കിലോമീറ്റർ, അതായത് കണക്കനുസരിച്ച് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 70 എന്ന കണക്കാണ് ഇപ്പോൾ കോട്ടയത്തുള്ളത്. അതായത് ശരാശരി നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. പൊതുവെ നമുക്കുണ്ടാവുന്ന ഒരു ആകാംക്ഷയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതലായിട്ട് മിന്നലാക്രമണം ഉള്ളത്? അത് മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതലുള്ള മിന്നലാക്രമണം. അത് കഴിഞ്ഞാൽ പിന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, നോർത്ത് ഈസ്റ്റ്, ഹിമാലയൻ റീജിയൻസ് എന്നിവയെല്ലാമാണ്. ഏതാണ്ട് ഒരു വർഷം 1800+ ആളുകളാണ് മിന്നലാക്രമണം മൂലം മരിക്കുന്നത്. കേരളത്തിൽ അടുത്തിടെ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ മിന്നലാക്രമണ ആവർത്തിയുള്ള ജില്ല ഏതാണ്? തൃശ്ശൂരും പാലക്കാടും. ഒരു ചതുരശ്ര കിലോമീറ്ററിന് 10. അതായത് കോട്ടയം ജില്ലയിലാണെങ്കിൽ 70 എന്ന കണക്കാണെങ്കിൽ തൃശ്ശൂർ പാലക്കാടാണെങ്കിൽ 10 എന്ന കണക്കാണ്. കേരള സംസ്ഥാനത്ത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ശരാശരി പ്രകാശഘാത നിരക്ക് എത്രയാണ്? അതായത് മിന്നലാക്രമണത്തെ പറയുന്നൊരു വാക്കാണ് പ്രകാശഘാത. ഇതനുസരിച്ച് കേരളത്തിലെ ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ 20 എന്ന ലെവലിലാണ് മിന്നലാക്രമണം ഉള്ളത്. ഏറ്റവും കൂടുതലുള്ളത് കോട്ടയം, ഏറ്റവും കുറവ് തൃശ്ശൂർ പാലക്കാട്. ശരാശരി എന്ന് പറയുമ്പോൾ അത് 20 എന്ന കണക്കാണ്. കേരളത്തിൽ അധിക മിന്നലാക്രമണത്തിന്റെ പ്രാഥമിക കാരണം എന്താണ്? ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ രൂപീകരണം. അതായത് ഡാർക്കായിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഒരു ക്ലൗഡ്സ്, ഇതിന്റെ രൂപീകരണവും ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള മേഘങ്ങളുടെ രൂപീകരണമാണ് ഏറ്റവും കൂടുതലായിട്ട് മിന്നലാക്രമണം വരാൻ കാരണം. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇത് വെസ്റ്റേൺ ഗാട്സിലാണ്, പശ്ചിമഘട്ടത്തിന്റെ വെസ്റ്റേൺ ഗാട്സിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലൗഡ്സ് അത് ഫോം ചെയ്യുന്നത്. കൂടുതലായിട്ട് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ക്ലൗഡുകൾ, അതായത് ഇത്തരത്തിലുള്ള മേഘങ്ങളുടെ രൂപീകരണവും അതനുസരിച്ച് വെസ്റ്റേൺ ഗാട്സിൽ ഉണ്ടാകുന്ന ആ ചരിവുകളിൽ ഉണ്ടാകുന്ന ഈ രൂപീകരണം മൂലമാണ് കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലും ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതലായിട്ട് മിന്നലാക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ കോട്ടയം ജില്ലയിലാണ് ഇന്നിപ്പോൾ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതലായിട്ട് മിന്നലാക്രമണം ഉള്ളത്. ശരാശരി 1800 പേരാണ് ഒരു വർഷം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മരണം സംഭവിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, GP സിംഗ് വാസ് അപ്പോയിന്റഡ് ചീഫ് ഓഫ് ദി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ തലവനായി GP സിംഗിനെ നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണത്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. CRPFന്റെ ഡയറക്ടർ ജനറൽ ആയി ആരെയാണ് നിയമിച്ചത്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. CRPFന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന പോസ്റ്റ് ആണ് ഡയറക്ടർ ജനറൽ. ഇതിലാണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗിനെ നിയമിച്ചിട്ടുള്ളത്. CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1939 ജൂലൈ 27 അതായത് 100 വർഷം പഴക്കമുള്ള 1939 ജൂലൈ 27 CRPF ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് ഡയറക്ടർ ജനറൽ ഓഫ് CRPF. രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്ര സായുധ പോലീസ് സേന ഏതാണ്? സെൻട്രൽ റിസർവ് പോലീസ് സേന CRPF. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, അതായത് CAPF എന്ന് ചോദിച്ചാൽ അത് CRPF ആണ്. അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിലും ഏറ്റവും വലിയ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതും CRPF ആണ്. CRPF വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ് അമിത്ഷാ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ സല്യൂട്ട് ബ്രേവ് പേഴ്സണൽ ഓഫ് NDRF
ഓൺ ഇറ്റ്സ് റേസിംഗ് ഡേ. NDRFന്റെ സ്ഥാപക ദിനത്തിൽ ധീരരായ ഉദ്യോഗസ്ഥരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദേശീയ ദുരന്ത പ്രതികരണ സേന അതിന്റെ സ്ഥാപക ദിനം ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? ജനുവരി 19. NDRF നമുക്കറിയാം, ഇപ്പോൾ മിക്കവാറും എല്ലാ ദുരന്തങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സേന എന്ന് പറഞ്ഞാൽ അത് NDRF ആണ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. 19 ജനുവരി ആയിരുന്നു റേസിംഗ് ഡേ, അതായത് സ്ഥാപക ദിനം. ദേശീയ ദുരന്ത നിവാരണ സേന ഏത് തീയതിയിലാണ് സ്ഥാപിതമായത്? 2006 ജനുവരി 19. 2006 ജനുവരി 19 തീയതിയാണ് NDRF ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ 12 ബറ്റാലിയൻസ് ആണ് NDRF ഉള്ളത്. ഏതാണ്ട് 65,000 ട്രെയിൻഡ് പേഴ്സണൽസ് ആണ് ഉള്ളത്. ഏത് സേനയിലെ വ്യക്തികളാണ് ദേശീയ ദുരന്ത നിവാരണ സേനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? BSF, CRPF, CISF, ITBP, SSB ആൻഡ് ആസാം റൈഫിൾസ്. അതായത് ഇന്ത്യയിലെ പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സശസ്ത്ര സീമാബൽ, ആസാം റൈഫിൾസ് എന്നീ ആ സേനയിലെ വ്യക്തികളാണ് NDRFൽ ഉള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 65 lakhs പ്രോപ്പർട്ടി കാർഡ്സ് അണ്ടർ സ്വമിത്വ സ്കീം. സ്വമിത്വ പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി മോദി 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 18 230 ജില്ലകളിലായി 50,000-ലധികം ഗ്രാമങ്ങളിലെ സ്വത്ത് ഉടമകൾക്ക് 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഏത് പദ്ധതി പ്രകാരം വിതരണം ചെയ്തു? സ്വമിത്വ പദ്ധതി. ഇന്നിപ്പോൾ ഏതാണ്ട് 100 കോടി രൂപ മുടക്കിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കീം ആണ് സ്വമിത്വ. അതായത് ലാൻഡ് ഉള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് നൽകുന്ന ഒരു സിസ്റ്റമാണത്. ഇതനുസരിച്ച് ഇപ്പോൾ 230 ജില്ലകളിലായിട്ട് 50,000-ലധികം ഗ്രാമങ്ങളിലെ സ്വത്തുടമകൾക്ക് 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ആണ് നൽകിയിട്ടുള്ളത്. ജനുവരി 18. പ്രധാനമന്ത്രി സ്വമിത്വ ഗ്രാമപ്രദേശത്ത് മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അബാദി ഗ്രാമങ്ങളുടെ സർവേയും മാപ്പിംഗും പദ്ധതി ആരംഭിച്ചത് ഏത് തീയതിയിലാണ്? 2020 ഏപ്രിൽ 24. 2020 ഏപ്രിൽ 24 സർവേ ഓഫ് വില്ലേജസ് അബാദി ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയ സ്വമിത്വ ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഇതനുസരിച്ചാണ് കഴിഞ്ഞ ജനുവരി 18 230 ജില്ലകളിലായിട്ട് 50,000-ലധികം ഗ്രാമങ്ങളിലെ 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ആണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: സിംഗപ്പൂർ പ്രസിഡന്റ് തർമാൻ ഷൺമുഖരത്നം വിസിറ്റ് കൊണാർക്ക് ടെമ്പിൾ. സിംഗപ്പൂർ പ്രസിഡന്റ് തർമാൻ ഷൺമുഖരത്നം കൊണാർക്ക് ക്ഷേത്രം സന്ദർശിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 18 ഒഡീഷയിലെ രഘുരാജ്പൂർ കലാകാരന്മാരുടെ ഗ്രാമവും കൊണാർക്കിലെ സൂര്യക്ഷേത്രം സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റിന്റെ പേര് തർമാൻ ഷൺമുഖരത്നം. ദ പ്രസിഡന്റ് ഓഫ് സിംഗപ്പൂർ അത് തർമാൻ ഷൺമുഖരത്നമാണ്. തർമാൻ ഷൺമുഖരത്നമാണ് ഈ കഴിഞ്ഞ ജനുവരി 18 ഒഡീഷയിലെ കൊണാർക്കിലുള്ള സൺ ടെമ്പിളും അതുപോലെ തന്നെ രഘുരാജ്പൂർ ആർട്ടിസ്റ്റുകളുടെ വില്ലേജും സന്ദർശിച്ചിട്ടുള്ളത്. സിംഗപ്പൂരിലെ പ്രസിഡന്റ് ആണ് തർമാൻ ഷൺമുഖരത്നം. സിംഗപ്പൂർ എന്ന രാജ്യം, ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയ്, ഇംഗ്ലീഷ്, തമിഴ്, സിംഗപ്പൂരിയൻ, മൻഡാരൻ എന്നിവയാണ്. സിംഗപ്പൂരിന്റെ തലസ്ഥാനം അത് സിംഗപ്പൂർ സിറ്റിയാണ്. 1250 AD കിഴക്കൻ ഗംഗ രാജവംശത്തിൽ നിന്നുള്ളയാൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? രാജാവ് നരസിംഹദേവ് ഒന്നാമൻ. കൊണാർക്കിലെ സൺ ടെമ്പിൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈസ്റ്റ് ഗംഗ ഡൈനാസ്റ്റിയിലെ കിങ് നരസിംഹദേവ ഒന്നാണ്. 1250 CE, അതായത് കോമൺ ഇറ. കൊണാർക്കിലെ സൺ ടെമ്പിൾ അത് നിർമ്മിച്ച വ്യക്തിയാണ് കിങ് നരസിംഹദേവ 1. ഒഡീഷയിൽ നിന്ന് 2023 മികച്ച ടൂറിസം ഗ്രാമമായി സിൽവർ കാറ്റഗറിയിൽ അംഗീകരിക്കപ്പെട്ട ഗ്രാമം ഏതാണ്? രഘുരാജ്പൂർ ഗ്രാമം. ഒഡീഷയിലെ ഒരു ഗ്രാമം ആണ് രഘുരാജ്പൂർ ഗ്രാമം.
ഈ കഴിഞ്ഞ 2023 ബെസ്റ്റ് ടൂറിസം വില്ലേജ് എന്ന അവാർഡ് ലഭിച്ചു ഒഡീഷയിലെ രഘുരാജ്പൂർ വില്ലേജിന്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.